ഏകദേശം 1.5 ആഴ്ചയായിട്ട് നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും വറീഡായിരിക്കുന്ന ഒരു കാര്യമാണ് വാർ എന്ന് പറയുന്നത്, യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം പലപ്പോഴും ഒന്നിനൊരു പരിഹാരമാവാറില്ല. പക്ഷെ കൂടുതൽ ജീവൻ നഷ്ടപ്പെടാനും കൂടുതൽ പകയിലേക്കും വിദ്വേഷത്തിലേക്കും ഒക്കെ പോകാനാണ് പലപ്പോഴും ഇത് വഴിയൊരുക്കുന്നത്. അലി ഖമീനിയെ വധിച്ചപ്പോൾ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു വാർത്തയായിരുന്നു അത്. ഇനി എന്താണ് അടുത്ത നീക്കം, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നായിരിക്കും പലരും ചിന്തിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് നമ്മുടെ വാർത്താ ചാനലുകളിലും മറ്റു മാധ്യമങ്ങളിലും നിറയുന്നത് മിസൈലുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും ചിത്രങ്ങളാണ്. പക്ഷെ ഈ കഥയൊക്കെ തുടങ്ങുന്ന ഇന്നോ ഇന്നലെയോ അല്ല. ഇത് മിസൈലുകളുടെയോ അല്ലെങ്കിൽ ആണവായുധങ്ങളുടെയോ മാത്രം കഥയുമല്ല. ഈ പ്രശ്നങ്ങളുടെയൊക്കെ യഥാർത്ഥ തുടക്കം എവിടെ നിന്നാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ചരിത്രത്തിലേക്ക് പോകണം, കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് പോകണം. കൃത്യമായി പറഞ്ഞ 1950കളിലെ പേർഷ്യയിലേക്ക് അല്ലെങ്കിൽ ഇറാനിലേക്ക് നമ്മൾ പോകണം. 1950കളുടെ തുടക്കത്തിൽ ഇറാനിലെ എണ്ണ മുഴുവൻ കുഴിച്ചെടുത്ത് വിറ്റിരുന്നത് ബ്രിട്ടീഷ് കമ്പനികളായിരുന്നു. എന്നാൽ ഇറാന് അതിൽ നിന്ന് ലഭിച്ചിരുന്ന വരുമാനം വളരെ തുച്ഛമായിരുന്നു. അപ്പോഴാണ് 1951 മുഹമ്മദ് മൊസാദെക് എന്ന് പറയുന്ന പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നത്. അപ്പോൾ അദ്ദേഹം ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു. ഇറാനിലെ എണ്ണ ഇറാനിലെ ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എണ്ണ കമ്പനിയെ അദ്ദേഹം ദേശവൽക്കരിച്ചു. ഇത് അമേരിക്കയ്ക്കും ബ്രിട്ടനും വലിയൊരു തിരിച്ചടിയായി. 1953 അമേരിക്കൻ ഏജൻസി ആയിട്ടുള്ള CIA-യും ബ്രിട്ടീഷ് ഇന്റലിജൻസും ചേർന്ന് ഇറാനിൽ വലിയൊരു അട്ടിമറിക്ക് പദ്ധതി കിട്ടും, ഓപ്പറേഷൻ അജാക്സ്. അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത മൊസാദിക്കിനെ അവർ ജയിലിലാക്കി പകരം അമേരിക്കയുടെ വിശ്വസ്തനായിട്ടുള്ള ഷാ എന്നറിയപ്പെടുന്ന മുഹമ്മദ് റസ പഹ്ലവിയെ അധികാരമേൽപ്പിച്ചു. അപ്പോൾ തങ്ങളുടെ ജനാധിപത്യം അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് അട്ടിമറിച്ചത് ഇറാനിലെ ജനങ്ങൾക്ക് പൊറുക്കാനായില്ല. അമേരിക്കയുടെ പാവയായിട്ടുള്ള ഷാ രാജാവ് ആഡംബര ജീവിതം നയിച്ചപ്പോൾ സാധാരണ ജനങ്ങൾ പട്ടിണിയിലായി. ആ പക ഉള്ളിൽ കിടന്ന് തിളച്ചു മറിഞ്ഞ് 1979 അത് വലിയൊരു പ്രക്ഷോഭമായി മാറി. അതാണ് ഇസ്ലാമിക വിപ്ലവം. ജനരോക്ഷം ശക്തമായപ്പോൾ ഷാ രാജ്യം വിട്ടോടി. ഇതേസമയം പ്രവാസത്തിലായിരുന്നിട്ടുള്ള മത നേതാവ് ആയത്തുള്ള ഖമേനി തിരിച്ചെത്തുകയും ഇറാനെ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊരു ഭരണമാറ്റം മാത്രമായിരുന്നില്ല, അമേരിക്ക എന്ന വൻ ശക്തിയോടുള്ള പരസ്യമായിട്ടുള്ള യുദ്ധ പ്രഖ്യാപനം കൂടിയായിരുന്നു. എന്നാൽ അമേരിക്ക ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കുകയും തൊട്ടടുത്ത വർഷം, അതായത് 1980 അമേരിക്കയുടെ പിന്തുണയോടെ അയൽ രാജ്യമായിട്ടുള്ള ഇറാഖ് ഇറാനെ ആക്രമിച്ചു. സദ്ദാം ഹുസൈൻ നയിച്ച ആ യുദ്ധം 8 വർഷം നീണ്ടു നിന്നു. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഒരു രാജ്യത്ത് യുദ്ധം ഉണ്ടാവാനും ആ രാജ്യം പ്രതിസന്ധിയിലേക്ക് പോകാനും ഒന്നും വലിയ സമയമൊന്നും വേണ്ട, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനോടൊപ്പം നമ്മളെ ദിവസങ്ങൾക്കുള്ളിൽ ദരിദ്രനാക്കാൻ ശേഷിയുള്ള ഒരു വിഷയത്തെക്കുറിച്ചും അതിന്റെ സൊല്യൂഷനെ കുറിച്ച് കൂടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. രാപ്പകലില്ല അധ്വാനിച്ച് നമ്മൾ കുറച്ച് പണം ബാക്കി വെക്കുന്ന എന്തിനാണ്? മക്കളുടെ പഠനം, വീട്, അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലൈഫ്. എന്നാൽ ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു അസുഖമോ അപകടമോ വന്നാൽ അതുവരെ കരുതി വെച്ചതെല്ലാം ആശുപത്രിയിൽ തീർന്നു പോകാൻ ദിവസങ്ങൾ പോലും വേണ്ട. ഇത് പേടിപ്പിക്കാൻ പറയുന്നതല്ല, ഇതാണ് ശരിക്കും സത്യാവസ്ഥ. എന്നാൽ മുൻകൂട്ടി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ അവസ്ഥ വരാതെ നമുക്ക് രക്ഷപ്പെടാം. അപ്പോൾ അതിനായിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതും മാസം 400 to 500 രൂപ മുതൽ പ്രീമിയം തുടങ്ങി 1 കോടി രൂപ വരെ കവർ ലഭിക്കുന്ന തരത്തിലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് എടുക്കാം. ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ പ്ലാനുകളാണ് അവിടെ ഉള്ളത്. അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ചേർത്ത് 25% വരെ ഡിസ്കൗണ്ടിൽ എടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഡയബറ്റീസ്, BP, തൈറോയിഡ്, ആസ്മ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൂടി ചേർത്ത് അവർക്ക് ഡേ 1 മുതൽ തന്നെ കവറേജ് ലഭിക്കുന്ന തരത്തിലും പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാം. ഇനി പ്രവാസികൾക്ക് പുറം നാടുകളിൽ നിന്നൊക്കെ എടുക്കുന്നതിനേക്കാളും 35% വരെ വിലക്കുറവിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കാം. ഇനി എന്തെങ്കിലും അസുഖം വന്ന് ക്ലെയിം വേണമെങ്കിൽ നിങ്ങൾ പോളിസി എടുത്ത സ്ഥലത്ത് നിന്ന് തന്നെ 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും കിട്ടും. അതുകൊണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളിൽ ബേസിക് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മുൻഗണന കൊടുക്കണം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ നിങ്ങൾ ഭാവിയിൽ വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വീഡിയോയുടെ കമന്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കമ്പനിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് തീർച്ചയായിട്ടും എടുത്തു വെക്കുക. അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. നമുക്കപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ തിരികെ വരാം. അങ്ങനെ യുദ്ധവും ഉപരോധങ്ങളും കാരണം ഇറാൻ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായി. അതേസമയം അമേരിക്ക അവരുടെ ആധിപത്യം ഒന്നുകൂടെ ഉറപ്പിക്കുന്ന രീതിയിൽ 1974 സൗദി അറേബ്യയുമായി ഒരു രഹസ്യ കരാർ ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ ഇന്ന് പെട്രോ ഡോളർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അമേരിക്ക സൗദിയോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ആയുധങ്ങളും സൈനിക സംരക്ഷണവും തരാം, പകരം നിങ്ങൾ ലോകത്തിൽ ആർക്ക് ഓയിൽ വിറ്റാലും അവരുടെ കയ്യിൽ നിന്നും ഡോളറിൽ മാത്രമേ പണം വാങ്ങാൻ പാടുള്ളൂ. ഇതൊരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. കാരണം ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഓയിൽ ആവശ്യമാണ്, എണ്ണ ആവശ്യമാണ്. എണ്ണ വേണമെങ്കിൽ ഡോളർ വേണം. അങ്ങനെ ഡോളർ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കറൻസി ആയിട്ട് മാറി. പെട്രോ ഡോളർ കരാറിലൂടെ സൗദി അറേബ്യ അമേരിക്കയുടെ ഏറ്റവും വലിയ സുഹൃത്തായി മാറി. അമേരിക്കയുടെ സുഹൃത്തായിട്ടുള്ള സൗദി സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ശത്രുവായിട്ടുള്ള ഇറാന്റെയും ശത്രുവായി മാറി. മാത്രമല്ല മതപരമായും ഇവർ തമ്മിൽ വിഭിന്നതകൾ ഉണ്ടായിരുന്നു. കാരണം രണ്ടും മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും സൗദി എന്ന് പറയുന്നത് ഒരു സുന്നി ആദർശത്തിൽ നിൽക്കുന്ന രാജ്യവും
ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയ ആദർശത്തിൽ നിൽക്കുന്ന മുസ്ലിം രാജ്യമാണ്. രണ്ടും മുസ്ലിം രാജ്യങ്ങളാണെങ്കിലും രണ്ടും രണ്ട് ആദർശങ്ങളെയാണ് പിന്തുടരുന്നത്. അങ്ങനെ ഷിയ ഭൂരിപക്ഷമുള്ള ഇറാനും സുന്നി ഭൂരിപക്ഷമുള്ള സൗദിയും തമ്മിൽ മിഡിൽ ഈസ്റ്റിന്റെ നിയന്ത്രണത്തിനായിട്ട് ഒരു കോൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. ലോകത്തിലെ 30% എണ്ണയും കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും ഇതിന്റെ ഒരു ഭാഗമാണ്. അതേസമയം അമേരിക്കയുടെ സുഹൃത്തായിട്ടുള്ള ഇസ്രായേലിനെതിരെയും മതപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഇറാൻ കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. ലെബനനിലെ ഹിസ്ബുള്ള, ഫലസ്തീനിലെ ഹമാസ്, യമനിലെ ഹൂതികൾ, ഇങ്ങനെ തുടങ്ങി ഇസ്രായേലിനെ എതിർക്കുന്ന എല്ലാവർക്കും ഇറാൻ പണവും ആയുധവും സഹായങ്ങളും നൽകി തുടങ്ങി. അങ്ങനെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇറാൻ വലിയൊരു തലവേദനയായി തുടങ്ങിയതോടെ അവരെ എങ്ങനെയെങ്കിലും തളയ്ക്കണം എന്നായി അമേരിക്ക. അതിനായിട്ട് അവർ ഉപയോഗിച്ച ഏറ്റവും വലിയൊരു ആയുധമായിരുന്നു സാമ്പത്തിക ഉപരോധം എന്ന് പറയുന്നത്, അഥവാ സാങ്ഷൻസ്. ലോകത്തിലെ ബാങ്കിങ് സിസ്റ്റത്തിൽ നിന്നും അമേരിക്ക ഇറാനെ പുറത്താക്കി. ഇറാന്റെ എണ്ണ ആരും വാങ്ങാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശവും വെച്ചു. സ്വാഭാവികമായിട്ടും ഇത് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുകയും പണത്തിന്റെ മൂല്യം ഇടുകയും ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുകയും ചെയ്തു. ഇതിന്റെ കൂടെ തന്നെ ഇറാനിലെ പല ഇസ്ലാമിക നിയമങ്ങളും അവിടുത്തെ വലിയൊരു കൂട്ടം ജനങ്ങൾക്ക് വലിയൊരു എതിർപ്പും ഉണ്ടായിരുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള പല നിയമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്ന് പറയുന്നത് 13 വയസ്സായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ സമ്മതം ഉണ്ടെങ്കിൽ 9 വയസ്സിൽ വേണമെങ്കിലും വിവാഹം നടത്താം എന്ന് പറയുന്ന രീതിയിലായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ സ്ത്രീകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു പല നിയമങ്ങളും ഉണ്ടായിരുന്നത്. ഇതിന്റെ കൂടെ 2022 മഹ്സ അമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണത്തെ തുടർന്ന് രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സ്വാതന്ത്ര്യവും സാമ്പത്തിക പുരോഗതിയും ആഗ്രഹിക്കുന്ന യുവതലമുറയും ഇസ്ലാമിക വ്യവസ്ഥിതി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടവും തമ്മിലുള്ള വലിയൊരു വിള്ളലായിരുന്നു നമ്മളവിടെ കണ്ടത്. അങ്ങനെ സാമ്പത്തികമായിട്ട് അമേരിക്ക പൂർണ്ണമായിട്ടും വരിഞ്ഞു മുറുക്കിയപ്പോൾ ഇറാൻ സ്വാഭാവികമായിട്ടും പുതിയ സുഹൃത്തുക്കളെ തേടി. അവിടെയാണ് ജിയോ പൊളിറ്റിക്സിലെ പുതിയ കളിക്കാരുടെ കടന്നുവരവ്. ചൈന, റഷ്യ എന്ന് പറയുന്ന 2 വൻ ശക്തികളുമായി ഇറാൻ കൈകോർത്തു. അമേരിക്കൻ ഡോളറിന് പകരം ചൈനീസ് യുവാൻ ഉപയോഗിച്ച് അവർ വ്യാപാരം ചെയ്യാൻ തുടങ്ങി. ഇന്ത്യയും ബ്രസീലും അടങ്ങുന്ന ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് ഇറാൻ അംഗമായി വന്നു. ഇതേ സമയം തന്നെ പല രാജ്യങ്ങളും ഡോളറിന് പകരം സ്വർണം വാങ്ങി സൂക്ഷിക്കാനും തുടങ്ങിയിരുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്കയ്ക്ക് ഇന്ന് ഒരു രാജ്യത്തെ തളർത്താൻ യുദ്ധമോ മിസൈലുകളോ തന്നെ വേണമെന്നില്ല. ടെക്നോളജി എന്ന് പറയുന്ന ഒരൊറ്റ ആയുധം മതി. പക്ഷേ ചൈന ഇത് നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഭാവിയിലെ യുദ്ധങ്ങൾ കൂടുതലും ബയോ വാറുകളും ഡിജിറ്റൽ വാറുകളും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചൈന ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഗൂഗിൾ മാപ്സ്, ആമസോൺ തുടങ്ങിയ ആപ്പുകളെല്ലാം അവരുടെ രാജ്യത്ത് നിരോധിച്ചിരുന്നു. പകരം സ്വന്തമായിട്ട് വിചാറ്റ്, ടിക്ടോക്ക്, അലിപേ, ബൈഡു തുടങ്ങിയവയൊക്കെ സ്വന്തമായി നിർമ്മിച്ച് പ്രചാരത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ടെക്നോളജിക്കലായി അവർ പൂർണ്ണമായും സ്വതന്ത്രരാണ്. അതുകൊണ്ട് തന്നെ അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചൈനയെ ഡിജിറ്റലായി ടെക്നോളജിപരമായി തളർത്താൻ സാധിക്കുകയില്ല. പക്ഷേ ഇന്ത്യയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ പറയുന്ന നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, വാട്സ്ആപ്പ്, അതുപോലെ ആമസോൺ, നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന യൂട്യൂബ് ആണെങ്കിലും ഇതെല്ലാം അമേരിക്കൻ കമ്പനികളുടെയാണ്. അതുപോലെ തന്നെ നമ്മളിൽ 90% ആളുകളും പണമിടപാട് നടത്തുന്ന ഗൂഗിൾ പേ ആണെങ്കിലും ഗൂഗിൾ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെയാണ്. ഫോൺ പേ ആണെങ്കിലും വോൾമാർട്ട് എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെയാണ്. സോ നമ്മുടെ ജീവിതമെല്ലാം ഒരു ദിവസം ഒരു അമേരിക്കൻ കമ്പനിയുടെ പ്രോഡക്റ്റ് എങ്കിലും ഉപയോഗിക്കാത്ത ഒരു ഇന്ത്യക്കാരൻ ഇല്ല എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഈ അമേരിക്കൻ കമ്പനികളൊന്ന് പണി മുടക്കി കഴിഞ്ഞാൽ ഇന്ത്യക്കാരുടെ ജീവിതം മുഴുവൻ നിലച്ചു പോകും എന്നുള്ള രീതിയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യക്കാർ അഭിമാനത്തോടെ പറയുന്ന UPI വിപ്ലവം തന്നെ എടുക്കുക. UPI എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യക്കാരുടേതാണ്, അത് സത്യമാണ്. പക്ഷെ നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ലോകത്തിലെയും ഇന്ത്യയിലെയും ഭൂരിഭാഗം ഫോണുകൾ പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയറുകളും, അതായത് iOS, ആൻഡ്രോയിഡ് പോലുള്ള സോഫ്റ്റ്വെയറുകളും അമേരിക്കൻ കമ്പനികളുടെയാണ്. iOS എന്ന് പറയുന്നത് ആപ്പിൾ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെയാണ്. ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഗൂഗിൾ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയുടെയാണ്. ഇനി ഇതൊന്നുമല്ല ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന കാര്യം. ഇന്ത്യയിലെ വൻകിട ബാങ്കുകൾ, IT കമ്പനികൾ, സ്റ്റാർട്ടപ്പുകൾ, അല്ലെങ്കിൽ നമ്മുടെ പല സർക്കാർ വെബ്സൈറ്റുകളുടെ പോലും ഡേറ്റാബേസ് സൂക്ഷിച്ചിരിക്കുന്ന എവിടെയെന്ന് അറിയോ? AWS, ആമസോൺ വെബ് സർവീസ്, മൈക്രോസോഫ്റ്റ് അസ്യൂർ, ഗൂഗിൾ ക്ലൗഡ് സർവീസ് തുടങ്ങിയിട്ടുള്ള അമേരിക്കൻ കമ്പനി സെർവറുകളിലാണ്. നാളെ ഈ എണ്ണക്കച്ചവടത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ബ്രിക്സ് എന്ന് പറയുന്ന സംഘടനയിൽ റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന്റെ പേരിലോ അമേരിക്കയെ നമുക്കൊന്ന് വെറുപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ താളത്തിന് നമ്മൾ തുള്ളാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഊഹിക്കാം. അമേരിക്ക ചിലപ്പോൾ നേരിട്ടൊരു യുദ്ധത്തിന് വരണമെന്നില്ല. പകരം അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് ഇന്ത്യൻ കമ്പനികളോട് പറയാം, നിങ്ങൾ ഇന്ത്യയിലുള്ള സർവീസുകൾ നിർത്തലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. ചിലപ്പോൾ നമ്മുടെ സർക്കാർ സൈറ്റുകൾ ഒന്നും വർക്ക് ചെയ്യില്ല, ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല, നമ്മുടെ പല ബാങ്കുകളും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ചിലപ്പോൾ വിഡ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. നമ്മളുടെ എല്ലാ കയ്യിലുള്ള ഫോണുകൾ പണി മുടക്കും. നമ്മളിന്ന് നമ്മുടെ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ പണി മുടക്കും.
നിങ്ങൾ ഇന്ന് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലപ്പോൾ ഈ ആപ്പ് ഉണ്ടാവില്ല. ഡേറ്റ സെർവറുകൾ ഡൗൺ ആവുന്നതോടെ ബാങ്കുകൾ പൂർണ്ണമായിട്ടും പണിമുടക്കും. ട്രെയിൻ വിമാന സർവീസുകൾ പണിമുടക്കും. ഒരു വെടിയുണ്ട പോലും ചെലവഴിക്കാതെ ഇന്ത്യയെ പൂർണ്ണമായിട്ട് നിശ്ചലമാക്കാൻ അമേരിക്കയ്ക്ക് എങ്ങനെ സാധിക്കും? പിന്നീട് ഇന്ത്യയുടെ തന്നെ വികസിപ്പിച്ചെടുത്ത ചില കമ്പനികളുടെയോ അല്ലെങ്കിൽ ചൈനയുടെ സഹായമൊക്കെ തേടിയിട്ടാണെങ്കിലും ഇത് പുനഃസ്ഥാപിച്ചെടുക്കാൻ വലിയൊരു സമയമെടുക്കും. അപ്പോഴേക്കും ഇന്ത്യയുടെ സാമ്പത്തിക നില തന്നെ നല്ല രീതിയിൽ തെറ്റിയിട്ടുണ്ടാകും. ഒരുപക്ഷെ അമേരിക്ക ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം അമേരിക്കൻ ടെക് ജൈന്റ് കമ്പനികളുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിനും ആമസോണിനും മെറ്റയ്ക്കും ആപ്പിളിനും ഒക്കെ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമ്മളെ വെട്ടിയാൽ അവർക്ക് നോവും എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നിരുന്നാലും അമേരിക്കയുടെ കയ്യിൽ എപ്പോൾ വേണമെങ്കിലും അമർത്താൻ പറ്റിയൊരു കിൽ സ്വിച്ച് ഉണ്ടെന്ന് നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇന്ന് സുരക്ഷിതമായിട്ടിരിക്കാൻ ഏതൊരു രാജ്യത്തിന്റെ കയ്യിലും ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് സുരക്ഷിതമായിട്ടിരിക്കാൻ എല്ലാ രാജ്യവും ടെക്നോളജിക്കലിയും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ള കാര്യം. അത് നമ്മുടെ നിലനിൽപ്പിന് അത്രത്തോളം ആവശ്യമാണ്. അപ്പൊ നമ്മൾ എന്തായാലും ഒരു ഗ്ലോബൽ ചേഞ്ചസിന്റെ പശ്ചാത്തലത്തിൽ വേണം ഇറാനിലെ സംഭവ വികാസങ്ങളെ നോക്കിക്കാണാൻ. അമേരിക്ക എന്നത്തെയും പോലെയും ഇന്നും ഒരു ലോക പോലീസായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ അമേരിക്ക പറയുന്നത് കേൾക്കാത്ത അല്ലെങ്കിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത രാജ്യങ്ങളെ തളർത്തുക എന്നുള്ളത് അവർക്ക് ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇന്നൊരു രാജ്യം അവരെ എതിർത്തിട്ട് അവരൊന്നും ചെയ്തില്ലെങ്കിൽ അത് അവരുടെ ക്രെഡിബിലിറ്റിയെ ഭയങ്കര രീതിയിൽ അവരുടെ ആ ഒരു ആധിപത്യത്തെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. മറ്റ് രാജ്യങ്ങൾക്കും അമേരിക്കയിലുള്ള പേടി നഷ്ടപ്പെടും എന്ന് അവർ ഭയക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ചൈന, റഷ്യ പോലുള്ള രാജ്യങ്ങളെ അമേരിക്കയ്ക്ക് ഇന്നും അവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അവർ പലതരത്തിലും ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കാരണം. അപ്പൊ ഇനിയുള്ള ചോദ്യം ഈ നടക്കുന്ന യുദ്ധത്തിൽ ആര് ജയിക്കും എന്നുള്ളതല്ല, മറിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ടെക്നോളജിക്കലിയും അധികാരത്തിന്റെ കാര്യത്തിലും കടിഞ്ഞാൻ ആര് കൈക്കലാക്കും എന്നുള്ളതാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. ചൈനയും റഷ്യയും തീർച്ചയായിട്ടും അമേരിക്കയുടെ ലോക പോലീസ് കളിക്ക് ഒരു എതിരാളിയായി വരും എന്ന് നല്ല രീതിയിൽ അമേരിക്ക ഭയക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു ഭയം മാത്രമല്ല, അവർ നല്ല രീതിയിൽ അതിനുള്ള കരുക്കൾ നീക്കുന്നുണ്ട് പല കാര്യങ്ങളിലായിട്ട്. അപ്പൊ ഈ ഒരു അവസരത്തിൽ അമേരിക്ക അവരുടെ എതിരാളികളായിട്ടുള്ള ചൈനയും റഷ്യയുമായിട്ട് നേരിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറായില്ലെങ്കിലും ഈ പറയുന്ന പോലെ പ്രോക്സികളെ വെച്ചിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടെസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ റഷ്യ എന്ന് പറയുന്നത് ഇറാനോടൊരു അനുഭാവം കാണിക്കുന്നുണ്ട്. അമേരിക്ക എന്ന് പറയുന്നത് ഇറാന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇസ്രായേലിനെ പരസ്യമായിട്ട് അനുകൂലിക്കുകയും സഹായങ്ങൾ ചെയ്യുകയും അവരുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒരു ഓപ്പൺ വാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് ഭാഗത്തും ആളുകളുണ്ടാവും. രണ്ട് ഭാഗത്തും വലിയ ശക്തികളായിരിക്കും. ചൈനയെ നമുക്ക് ഒരു രീതിയിലും കുറച്ച് കാണാൻ സാധിക്കില്ല. വലിയൊരു ശക്തിയാണ്. ടെക്നോളജിക്കലി പരമായിട്ടാണെങ്കിലും ഡിഫൻസിന്റെ കാര്യത്തിലാണെങ്കിലും ആയുധത്തിന്റെ കാര്യത്തിലാണെങ്കിലും വലിയൊരു ശക്തിയായിട്ട് ചൈന മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ വലിയൊരു ശക്തിയായിട്ട് നിലനിൽക്കുകയാണ് റഷ്യയും. അപ്പൊ അങ്ങനെ ഒരു വലിയൊരു ഓപ്പൺ വാർ സംഭവിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ അത് ഭീഷണിയാവും. ഈ പറയുന്ന പോലെ ആറ്റം ബോംബുകളൊക്കെ ഓപ്പൺ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ലോകം തന്നെ ഇല്ലാതാവും. പക്ഷെ രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാകുന്ന കാരണം തീവ്രമായിട്ടുള്ള അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നവരെ ഇങ്ങനൊരു കാര്യത്തിന് ഇവർ മുതിരാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ ഇനി എന്തായാലും എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോ എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളിലൊക്കെ തുടക്കം എന്തായിരുന്നു, ഇതെവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്, ഇനി എന്തൊക്കെ സംഭവിക്കാമെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐ ഹോപ്പ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഇൻട്രസ്റ്റിംഗ്, ഇൻഫോർമേറ്റീവ്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം മറക്കാതിരിക്കുക. ഹോസ്പിറ്റൽ ചെലവുകളൊക്കെ പലർക്കും താങ്ങാവുന്നതിനും അപ്പുറമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി 25% വരെ ഡിസ്കൗണ്ടോട് കൂടി എടുക്കാനുള്ള ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. സോ ഐ വിൽ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഐ എം ആദിൽ ഹുസൈൻ, സൈനിങ് ഓഫ്.